ഹായ്, ഞാനിന്ന് നിങ്ങളെ എൻ്റെ റെയിൻ ലില്ലിയാണ് കാണിക്കുന്നത്. ഞാനിതിൻ്റെ ബൾബുകൾ നട്ടു കൊടുത്തപ്പോൾ തൊട്ട് പൂ വിരിഞ്ഞത് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കനത്ത മഴയ്ക്ക് ശേഷം പെട്ടെന്ന് പൂവിടുന്ന സ്വഭാവം ഉള്ളതിനാലാണ് ഇവയ്ക്ക് റെയിൻ ലില്ലി എന്ന പേര് വന്നത്. നമ്മുടെ പുല്ലിനോട് സമാനമായിട്ടുള്ള നീളമുള്ള നല്ല പച്ച നിറത്തിലുള്ള ഇലകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പൂക്കൾക്ക് 6 ഇതളുകളുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെ ഇത് നന്നായിട്ട് വളരും. വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല നീർവാഴ്ചയുള്ള ഒരു മണ്ണാണ് ഇതിനാവശ്യം. പിന്നെ ഇത് കൂടുതലും പൂക്കൾ ഉണ്ടാകുന്നത് മഴ സമയത്താണ്. ഒരുപാട് പൂക്കൾ തരും. ഞാനിത് നട്ടു കൊടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ മീഷോയിൽ നിന്നാണ് ഇതിൻ്റെ ബൾബുകൾ വാങ്ങിയത്. ഞാൻ വാങ്ങുന്ന സമയത്ത് 75 രൂപയാണ് എനിക്കായിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കളറുകൾ യെല്ലോ, വൈറ്റ്, പിങ്ക് എന്ന് 3 കളറുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയത് 11 ബൾബുകളായിരുന്നേ. അതിൽ 6 എണ്ണം നല്ല വലുപ്പമുള്ളതായിരുന്നു, ബാക്കി ചെറുതുമായിരുന്നേ. ഈ ചെറുതൊന്നിൽ മുളയൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഇനി ഞാനിത് നട്ടു കൊടുക്കാനായിട്ട് എടുത്ത പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് പറയാമേ. ഞാൻ മണ്ണും കുറച്ച് മണലും ചകിരിച്ചോറും പിന്നെ എൻ്റെ കയ്യിൽ എല്ലുപൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കിയത്. ഞാൻ ഈ പോട്ടി മിക്സ് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ ബൾബിൻ്റെ വേരുള്ള ഭാഗം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാ ബൾബും ഇതിൽ തന്നെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇതൊരു 2-3 ദിവസത്തിന് ശേഷം ഇതിലെ ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാനിത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നട്ടു കൊടുത്തത്. ഞാനൊരു ഫെബ്രുവരി 20-ാം തീയതിയോടുകൂടി ഇത് നട്ടു കൊടുത്തു. 3-4 ദിവസത്തിനുള്ളിൽ ഇലയൊക്കെ വന്നു. പിന്നെ ഞാൻ എന്നും വന്ന് നോക്കും, മൊട്ടുകൾ വരുന്നുണ്ടോ. ഓരോ ദിവസം വന്ന് നോക്കുമ്പോഴും മൊട്ടുകളൊന്നും അതിൽ ആവുന്നില്ല. എൻ്റെ ഒരു കഷ്ടകാലത്തിനാണോ എന്നറിയത്തില്ല, വലിയ രീതിയിലുള്ള മഴയൊന്നും അന്നേരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ ചെടിയിൽ നല്ല രീതിയിൽ ഇലകളെല്ലാം വന്ന് ഒരുപാട് ഇലകളായി. പക്ഷേ ഒരു പൂവും അതിൽ വന്നിട്ടില്ലായിരുന്നു. ഞാനിത് എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന് അവസാനം ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു. ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കടുത്തു കഴിഞ്ഞാൽ മുട്ടുകൾ പെട്ടെന്ന് വരുമെന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്യുക എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന സമയത്ത് ഇതിൽ പെട്ടെന്ന് 2 മുട്ടുകൾ ഞാൻ കണ്ടു. ഫെബ്രുവരി 20-ന് ഞാൻ നട്ടു കൊടുത്തിട്ട് ഏപ്രിൽ ഒരു 22 ആയപ്പോഴാണ് ഞാനിതിൽ മുട്ടുകൾ കണ്ടത്. അന്നേരം ഈ ഏപ്രിലിൽ 1-2 ദിവസം അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് പൂവ് വന്നത്. വിരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ എനിക്ക് വിരിഞ്ഞ് കിട്ടിയത് 2 മുട്ടുകളാണ് വന്നത്. അത് രണ്ടും പിങ്ക് കളറായിരുന്നു. യെല്ലോയിലും വൈറ്റിലും പൂ വിരിഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല അത്യാവശ്യം വലിയ പൂവാണ് വിരിഞ്ഞ് വന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. 2 ദിവസങ്ങളിലായിട്ടാണ് വിരിഞ്ഞ് വന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഏപ്രിലിൽ പൂ വിരിഞ്ഞ സമയത്ത് എടുത്ത് വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ ചെല്ലുമ്പം വീണ്ടും അതിലൊരു മുട്ടും കൂടെ വന്നു. അതും പിങ്ക് തന്നെയാണേ. ഇതിലിപ്പോൾ 3 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. 3ഉം പിങ്ക് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നേരത്തെ പൂ വിരിഞ്ഞ് പോയ തണ്ടുകളാണ് ഇത്. ബാക്കി 2 കളറും കൂടെ വിരിയാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിനി. ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ആകുമ്പം അതിൽ പൂ വിരിയുമായിരിക്കും. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ അങ്ങനെ ബൾബുകൾ മേടിച്ച് നടാനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നടാം. പൂക്കൾ എന്തായാലും ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.